എല്ലാവർക്കും യൂണിക്കോൺ സീരീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സെപ്റ്റംബർ 28 നടക്കാൻ പോകുന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ലെക്ചർ ഇൻ ഫിസിക്സ് എന്ന എക്സാമിനെ പറ്റിയാണ്. കഴിഞ്ഞ വർഷമാണ് PSC ഈ പോസ്റ്റിലേക്ക് ആപ്ലിക്കേഷൻ ക്ഷണിച്ചത്. ഈ എക്സാമിൻ്റെ യോഗ്യതയും അതിൻ്റെ സിലബസുമാണ് നമ്മളിന്ന് ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതേ പോസ്റ്റിൽ 3 വിഭാഗത്തിലായാണ് PSC ആപ്ലിക്കേഷൻ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത്. അതിലൊരെണ്ണം ജനറൽ റിക്രൂട്ട്മെൻ്റ് ആയിട്ടും അതിൻ്റെ കാറ്റഗറി നമ്പർ 388/2022, അതേപോലെ ബൈ ട്രാൻസ്ഫർ അതിൻ്റെ കാറ്റഗറി നമ്പർ 389/2022. പിന്നെയുള്ളത് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫോർ SC/ST ആയിരുന്നു. അതിൻ്റെ കാറ്റഗറി നമ്പർ 396/2022. എല്ലാത്തിനും കൂടി കോമൺ ആയ ഒരു ഡിസ്ക്രിപ്റ്റീവ് എക്സാമാണ് PSC സെപ്റ്റംബർ 28 നടത്താൻ പോകുന്നത്. ഈ എക്സാം 2 മണിക്കൂറാണ് ഡ്യൂറേഷൻ ഉള്ളത്. ഇതിനു മുന്നേ PSC നടത്തിയ അസിസ്റ്റൻ്റ് പ്രൊഫസർ എക്സാമാണ് ഡിസ്ക്രിപ്റ്റീവ് എക്സാം സബ്ജക്റ്റ് ലെവൽ ബേസിൽ നടത്തിയിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസും ക്വസ്റ്റ്യനും നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. ആവശ്യമുള്ളവർ ക്വസ്റ്റ്യൻ ലെവൽ ഒന്ന് പരിചയപ്പെടുന്നത് നല്ലതായിരിക്കും. ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽ പറയുകയാണെങ്കിൽ ഈ വിഭാഗത്തിൽ ഏകദേശം 5 ഒഴിവുകളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ പോസ്റ്റിലേക്കുള്ള പ്രായപരിധി 22 വയസ്സ് മുതൽ 40 വയസ്സ് വരെയാണ്. യോഗ്യത എന്ന് പറയുന്നത് ബിരുദാനന്തര ബിരുദം, ഫിസിക്സിൽ ഉള്ള ബിരുദാനന്തര ബിരുദം, അതായത് MSc ഫിസിക്സ്. പിന്നെയുള്ളത് MEd ആണ്. അതിന് രണ്ടിൻ്റെയും പെർസെൻറ്റേജ് കൊടുത്തിരിക്കുന്നത് 50% തന്നെയാണ്. അതുകൂടാതെ നെറ്റ് അല്ലെങ്കിൽ സെറ്റ്, MPhil അല്ലെങ്കിൽ PhD, അതുകൂടാതെ അധ്യാപകത യോഗ്യതാ പരീക്ഷയായ ടെറ്റും യോഗ്യതയായി കൊടുത്തിട്ടുണ്ട്. ഈ തസ്തികയിലേക്കുള്ള അധിക മാർക്കായി MPhilന് 2 മാർക്കും PhDക്ക് 4 മാർക്കും, MPhilലും PhDയും ഉണ്ടെങ്കിൽ മൊത്തത്തിൽ 5 മാർക്കും, PDF ഉള്ളവർക്ക് 2 മാർക്കും അധിക മാർക്ക് നൽകിയിട്ടുണ്ട്. നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുള്ള അധിക ഡീറ്റെയിൽസ് കൂടി നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പോസ് ചെയ്ത് വായിക്കാം. സാധാരണ PSC എക്സാമിനെ പോലെ തന്നെ വൺ ടൈം രജിസ്ട്രേഷൻ പോർട്ടലിൽ തന്നെയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷനും രേഖപ്പെടുത്തേണ്ടത്. ഇതിൽ കൺഫർമേഷൻ കൊടുത്തതിൻ്റെ സമയമൊക്കെ കഴിഞ്ഞു. അതും കഴിഞ്ഞ് ഇതിൻ്റെ അഡ്മിഷൻ ടിക്കറ്റ് അവൈലബിൾ ആണ്. എക്സാം ഏകദേശം സെപ്റ്റംബർ 28 ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. എക്സാം പാറ്റേണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന് OMR ഷീറ്റിന് പകരം ഒരു ക്വസ്റ്റ്യൻ ആൻസർ ബുക്ക്ലെറ്റ് ആയിരിക്കും തരിക. അതായത് ആ ക്വസ്റ്റ്യനിൽ തന്നെ ആൻസർ രേഖപ്പെടുത്താവുന്ന രീതിയിൽ സ്പേസ് അവൈലബിൾ ആയിരിക്കും. അതിൻ്റെ ആ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള സ്പേസിൽ നമ്മൾ ആൻസർ അവിടെ ആണ് എഴുതേണ്ടത്. അസിസ്റ്റൻ്റ് പ്രൊഫസർ ഇൻ ഫിസിക്സ് എന്ന എക്സാമിൽ ഡിസ്ക്രിപ്റ്റീവ് ആയിരുന്നു ക്വസ്റ്റ്യൻ. അതിൽ നൽകിയിട്ടുള്ള സ്പേസ് പൊതുവെ കുറവായിരുന്നു എന്നായിരുന്നു വിദ്യാർത്ഥികളുടെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ നമ്മൾ ആൻസർ എഴുതുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ആവശ്യമായ ഡീറ്റെയിൽസ് മാത്രം ചുരുക്കി എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അടുത്തതായി നമ്മളിതിൻ്റെ സിലബസിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. 3 പോസ്റ്റിനും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോമൺ ആയിട്ടുള്ള സിലബസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. കോമൺ ആയിട്ടുള്ള എക്സാം തന്നെയാണുള്ളത്. അതിൽ ഈ എക്സാമിൽ ജനറൽ സബ്ജക്റ്റിന് 50 മാർക്കും, അതേപോലെ സബ്ജക്റ്റിന് ഫിസിക്സ് എന്നുള്ള ടോപ്പിക്കിൽ 50 മാർക്കുമാണ് ക്രോഡീകരിച്ചിട്ടുള്ളത്. അതിൽ പാർട്ട് 1 എന്ന് പറയുന്നത് 5 മൊഡ്യൂളും, അതേപോലെ പാർട്ട് 2 എന്ന് പറയുന്നത് 8 മൊഡ്യൂളുമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പാർട്ട് 2 എന്ന് പറയുന്നത് ഫിസിക്സിനെ ബേസ് ചെയ്തിട്ടുള്ള സിലബസാണ് കൊടുത്തിട്ടുള്ളത്. അതിലൊന്നാമത്തെ ജനറൽ പാർട്ടിൽ മൊഡ്യൂൾ 1 കമ്മ്യൂണിറ്റി എൻഗേജ്മെൻറ്റ് ആൻഡ് റിസോഴ്സസ് ആൻഡ് പ്രാക്ടീസസ് എന്നുള്ള രീതിയിൽ 10 മാർക്ക് ആണ് അതിന് അവൈലബിൾ. അതിന് ആ മൊഡ്യൂൾ 1 5 സബ് യൂണിറ്റാണ് കൊടുത്തിട്ടുള്ളത്. മൊഡ്യൂൾ 2 എന്ന് പറയുന്നത് സിലബസ് ഫോർ ജനറൽ സബ്ജക്റ്റ് ICT ഇൻ എഡ്യൂക്കേഷൻ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതിലും 5 സബ് യൂണിറ്റ് അവൈലബിൾ ആണ്. കരിക്കുലം ട്രാൻസാക്ഷനും അതേപോലെ ടീച്ചിങ് ആൻഡ് ലേണിംഗ്, ICT ഇൻ ക്ലാസ് റൂംസ്, ഇതൊക്കെ ബേസ് ചെയ്തിട്ടുള്ള യൂണിറ്റാണ് ഇതിന് കീഴിൽ വരുന്നത്. 3ാമത്തെ മൊഡ്യൂള് ഫിലോസഫിക്കൽ, സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവ് ഓഫ് എഡ്യൂക്കേഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. ഈ 3 പെർസ്പെക്റ്റീവും
3 മൊഡ്യൂളായിട്ട് നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. ഇതിന് ഓരോ സെക്ഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. അതും 10 മാർക്കിലാണ് വരുന്നത്. പാർട്ട് 1-ൽ 5 മൊഡ്യൂൾസാണ് കൊടുത്തിട്ടുള്ളത്. 5 മൊഡ്യൂളിലും 10 മാർക്ക് വീതമാണ് അവർ മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കൊടുത്തിട്ടുള്ളത്. 4ാമത്തെ മൊഡ്യൂൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡാണ്. അതിൽ ടീച്ചിങ് മെത്തേഡ്സും ടെക്നിക്സും അതേപോലെ സ്ട്രാറ്റജീസും ഒക്കെ വരുന്നുണ്ട്. അതേപോലെ ടെക്നോളജി ഇൻ്റഗ്രേഷൻ ഇൻ എഡ്യൂക്കേഷൻസൊക്കെ വരുന്നതും അതിലാണ്. അതുകൂടാതെ അടുത്ത മൊഡ്യൂൾ എന്ന് പറയുന്നത് മൊഡ്യൂൾ 5 റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്. അതിനും 10 മാർക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. റിസർച്ച് മീനിങ്ങും ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ടൈപ്സ് മുതൽ സ്റ്റെപ്സ് ടു റിസർച്ച് മുതൽ തിസിസ് റൈറ്റിംഗ് വരെയുള്ള ഓരോ ഓരോ ഘട്ടങ്ങളായിട്ടാണ് ഈ മൊഡ്യൂൾ 5-ൽ കൊടുത്തിട്ടുള്ളത്. അതിനും 10 മാർക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അടുത്തതായി പാർട്ട് 2 ഫിസിക്സിനെ ബേസ് ചെയ്തിട്ടുള്ള സിലബസ് എന്താണെന്ന് നോക്കാം. സോ ഫിസിക്സിൽ ബേസ് ചെയ്തിട്ടുള്ള 8 മൊഡ്യൂളാണുള്ളത്. അതിൽ ആദ്യത്തെ മൊഡ്യൂള് ക്ലാസിക്കൽ മെക്കാനിക്സ് ആണ്. കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിലബസ് തന്നെയാണ് നമുക്ക് സബ്ജക്റ്റിനെ ബേസ് ചെയ്ത് നോക്കുമ്പം ഇവിടെ കാണുന്നത്. ലഗ്രാഞ്ചിയനും ഹാമിൽട്ടോണിയൻ ഫോർമുലേഷനും ഒക്കെ കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ഒരു ലഗ്രാഞ്ചിയൻ കാണാനോ അല്ലെങ്കിൽ ഹാമിൽട്ടോണിയൻ കാൽക്കുലേറ്റ് ചെയ്യാനോ ഉള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഡി-ആലംബേർട്സ് പ്രിൻസിപ്പിളും കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗമാണ്. അതേപോലെ കൈനമാറ്റിക്സ് ഓഫ് റിജിഡ് ബോഡിയിൽ ഏതെങ്കിലും ഒരു റിജിഡ് ബോഡി മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കാണാനുള്ള വാല്യൂവും പ്രതീക്ഷിക്കാവുന്നതാണ്. അതേപോലെ സ്മോൾ ഓസിലേഷൻസ് കൊടുത്തിട്ടുണ്ട്. ക്ലാസിക്കൽ മെക്കാനിക്സിന് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ് വരിക. മൊഡ്യൂൾ 2 ഇലക്ട്രോഡൈനാമിക്സ് ആൻഡ് പ്ലാസ്മ ഫിസിക്സ് ആണ്. ഇലക്ട്രോഡൈനാമിക്സിൻ്റെ ആസ് യൂഷ്വൽ ഇലക്ട്രോസ്റ്റാറ്റിക്സും മാഗ്നറ്റോസ്റ്റാറ്റിക്സും ഒക്കെ അല്ലെങ്കിൽ ഗോസസ് ലോ ഒക്കെ നമ്മുടെ സിലബസിലുണ്ട്. അതിൽ ബൗണ്ടറി വാല്യൂ പ്രോബ്ലംസും അതേപോലെ ആംബിയസ് ലോവും ബയോട്ട് സവാർട്സ് ലോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ബേസിക് ആയിട്ടുള്ള ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ ഇൻ്റഗ്രൽ ഫോമോ ഡിഫറൻഷ്യൽ ഫോമോ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ മാക്സ്വെൽസ് ഇക്വേഷൻസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ റിലേറ്റിവിസ്റ്റിക് ഇലക്ട്രോഡൈനാമിക്സിൽ നിന്ന് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയും ലോറൻസ് ട്രാൻസ്ഫോർമേഷനും 4 വെക്ടേഴ്സൊക്കെ സിലബസിൽ കാണാം. ഇതിൽ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത്. ഇത് കൂടാതെ ഇതിൻ്റെ ഒരു പാർട്ടാണ് പ്ലാസ്മ ഫിസിക്സ്. അതും ഇലക്ട്രോഡൈനാമിക്സ് എന്നുള്ള സെക്ഷനിൽ തന്നെയാണ് മൊഡ്യൂൾ 2-ൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അടുത്ത മൊഡ്യൂൾ എന്ന് പറയുന്നത് മൊഡ്യൂൾ 3 ഇലക്ട്രോണിക്സ് ആണ്. ഇലക്ട്രോണിക്സിൻ്റെ മാർക്ക് കൊടുത്തിട്ടുള്ളത് 6 മാർക്കാണ്. അതിൽ ബേസിക് ആയിട്ടുള്ള കാര്യമല്ല, കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോണിക്സ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ട്രാൻസിസ്റ്റർ ആംപ്ലിഫയേഴ്സും അതേപോലെ FET ബയാസിങ്ങും മോസ്ഫെറ്റും CMOS ഒക്കെയാണ് ഇലക്ട്രോണിക്സിൻ്റെ സിലബസിൽ കാണുന്നത്. അതേപോലെ മൈക്രോവേവ് ആൻഡ് ഫോട്ടോണിക് ഡിവൈസസും ടണലിംഗ് ഡയോഡൊക്കെ കാണാം. പിന്നെയുള്ളത് ഓപ്പറേഷണൽ ആംപ്ലിഫയർ ആണ്. സോ ഓപ്പാമ്പ് ബേസ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ഡയഗ്രാം വരയ്ക്കാൻ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്ത മൊഡ്യൂൾ 4 ക്വാണ്ടം മെക്കാനിക്സ് ആണ്. ക്വാണ്ടം മെക്കാനിക്സിൽ കൊടുത്തിട്ടുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 7 മാർക്കാണ്. അതിൽ ഒറിജിൻ ഓഫ് ക്വാണ്ടം മെക്കാനിക്സ്, ഹിൽബർട്ട് സ്പേസ്, വേവ് ഇക്വേഷൻസ്, വേവ് ഫങ്ഷൻസ്, നൊട്ടേഷൻസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഓപ്പറേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അൺസർട്ടനിറ്റി റിലേഷൻ കൊടുത്തിട്ടുണ്ട്. മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. പോസ്റ്റുലേറ്റ്സ് ഓഫ് ക്വാണ്ടം മെക്കാനിക്സ് ഉണ്ട്. ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. അതേപോലെ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളും ഐഡൻറ്റിക്കൽ പാർട്ടിക്കിൾസും ഒക്കെ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ സിലബസിൽ കൊടുത്തിട്ടുണ്ട്. 5ാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് മാത്തമാറ്റിക്കൽ ഫിസിക്സിൻ്റേതാണ്. അതിൽ മെയിനായിട്ട് കൊടുത്തിട്ടുള്ളത് ഒരെണ്ണം കോംപ്ലക്സ് അനാലിസിസ് ആണ്. പിന്നെയുള്ളത് ഗ്രൂപ്പ് തിയറിയും അതേപോലെ ഗ്രൂപ്പ് റെപ്രസെൻറ്റേഷൻ തിയറി എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെയുള്ളത് കാൽക്കുലസ് ഓഫ് വേരിയേഷൻ എന്ന് പറഞ്ഞിട്ടാണ്. ലഗ്രാഞ്ചിയൻ മൾട്ടിപ്ലയേഴ്സും റെയ്ലീഗ് റീഡ്സ് വേരിയേഷൻ ടെക്നിക്കൊക്കെയാണ് മാത്തമാറ്റിക്കൽ ഫിസിക്സിൻ്റെ സിലബസിൽ കൊടുത്തിട്ടുള്ളത്. 6ാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സ് ആണ്. ഇതിന് മാർക്ക് കൊടുത്തിട്ടുള്ളത് 7 മാർക്കാണ്. ഇതിൽ പ്രോപ്പർട്ടീസ് ഓഫ് ന്യൂക്ലിയസ്, ബൈൻഡിങ് എനർജി, ആംഗുലാർ മൊമെൻറ്റം, സ്കാറ്ററിങ് എക്സ്പെരിമെൻ്റൽ ഫോർമുല, അതേപോലെ ലോ എനർജി ന്യൂട്രോൺ പ്രോട്ടോൺ സ്കാറ്ററിങ്, പാർഷ്യൽ വേവ്സ്, ഫേസ് ഷിഫ്റ്റ്, അതേപോലെ പ്രോട്ടോൺ പ്രോട്ടോൺ സ്കാറ്ററിങ്, ബേസിക്സ് ഓഫ് ആൽഫ ആൻഡ് ബീറ്റ ഡീക്കെ, ഇതൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് ഒരു പ്രോബ്ലം എക്സ്പെക്റ്റ് ചെയ്യാം. ആൽഫ ഡീക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ എലിമെൻ്ററി പാർട്ടിക്കിൾസിൽ നിന്ന് വരുന്ന കൺസർവേഷൻ ഓഫ് എനർജി ആൻഡ് മാസസ്,
charge conjugation, conservation of parity, CP violation, time reversal and CPT theorem ഒക്കെ ന്യൂക്ലിയർ ഫിസിക്സിൽ നമുക്ക് സിലബസിൽ കൊടുത്തിട്ടുണ്ട്. 7ാമത്തെ മൊഡ്യൂളായിട്ട് കൊടുത്തിട്ടുള്ളത് സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് ആണ്. അതിൽ ക്രിസ്റ്റൽ സ്ട്രക്ചറും ബൈൻഡിങ് ആൻഡ് നാനോ സ്ട്രക്ചേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. BCC, FCC, HCP എന്നുള്ള ഡിഫറെൻറ്റ് ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സ്, അതേപോലെ എക്സ്റേ ഡിഫ്രാക്ഷനും അതിൻ്റെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളും, കോവാലൻ്റ് ബോണ്ടിങ്ങും ഹൈഡ്രജൻ ബോണ്ടഡ് ക്രിസ്റ്റൽസൊക്കെ സോളിഡ് സ്റ്റേറ്റിൻ്റെ സിലബസിൽ കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത് നാനോ മെറ്റീരിയൽ ഡെഫിനിഷൻ, സിന്തസിസ്, പ്രോപ്പർട്ടീസ്, നാനോ സ്ട്രക്ചേർഡ് മെറ്റീരിയൽസ് എന്നുള്ളൊരു സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. ആ ഒരു സെക്ഷനിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അതൊരു പുതിയൊരു സെക്ഷനാണ്. ആ ഒരു സെക്ഷനിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ കൊടുത്തിട്ടുള്ളത് ലാറ്റിസ് വൈബ്രേഷൻ, അതേപോലെ ഐൻസ്റ്റീൻ ഡീബേ മോഡൽ, സ്പെസിഫിക്കേറ്റ്, ഇതിൻ്റെയൊക്കെ റിലേഷൻ വരുന്ന ക്വസ്റ്റ്യൻ അത് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ പീസോ ഇലക്ട്രിസിറ്റി, അപ്ലിക്കേഷൻ ഓഫ് പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ, ഡയോമാഗ്നറ്റിസം, പാരാമാഗ്നറ്റിസം, ലാൻജമൻ തിയറി ഓഫ് ഡയോമാഗ്നറ്റിസം ഒക്കെ നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുണ്ട്. സോളിഡ് സ്റ്റേറ്റിൻ്റെ മാർക്ക് കൊടുത്തിട്ടുള്ളതും 6 മാർക്ക് തന്നെയാണ്. ഫിസിക്സിലെ അവസാനത്തെ മൊഡ്യൂളായ 8ാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് സ്പെക്ട്രോസ്കോപ്പിയാണ്. അതിൽ മൈക്രോവേവ് സ്പെക്ട്രോസ്കോപ്പി, അതിൻ്റെ ഇൻട്രൊഡക്ഷനും, അതേപോലെ ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി, മോഴ്സ് കർവ്, IR സ്പെക്ട്ര, രാമൻ സ്പെക്ട്രോസ്കോപ്പി, ഇതൊക്കെയാണ് ഈ സിലബസിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൽ നമ്മുടെ പ്രോബ്ലം, ഒരു നമ്മളെ റൊട്ടേഷണൽ കോൺസ്റ്റൻ്റൊക്കെ വെച്ചിട്ടുള്ള പ്രോബ്ലം ഈ ഒരു സെക്ഷനിൽ നിന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അവിടെ എങ്ങനെയാണ് അതിൻ്റെ വാല്യൂസ് ചേഞ്ച് ചെയ്യുന്നതെന്നുള്ള രീതിയിൽ. അതേപോലെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് അവിടെ തന്നിട്ടുള്ള യൂണിറ്റൊക്കെയാണ്. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് അധികം തെറ്റ് വരാനുള്ള സാധ്യതയുള്ളത്. സോ ഇത്രയും മൊഡ്യൂൾസാണ്, 8 മൊഡ്യൂൾസാണ് കൊടുത്തിട്ടുള്ളത്. ഫിസിക്സിൽ പറഞ്ഞതുപോലെ 50 മാർക്കാണ് സബ്ജക്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ വരിക. അതിൽ ഓരോ സെക്ഷൻ്റെയും മാർക്ക് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ സെക്ഷനിൽ നിന്നുള്ള ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ നെറ്റിൻ്റെ ലെവൽ പോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും എക്സ്പെക്റ്റ് ചെയ്യേണ്ട. വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ ഡിഗ്രി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ലെവലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം എക്സ്പെക്റ്റ് ചെയ്താൽ മതി. കണ്ടിന്യൂസ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതാൻ പറ്റുന്ന രീതിയിൽ വേണം നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് പോകാൻ. കംപ്ലീറ്റ് പ്രോബ്ലം ബേസ്ഡ് ആയിരിക്കില്ല എക്സാം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ രീതിയിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ടാവും. ക്വസ്റ്റ്യൻ്റെ ലെവൽ അറിയാൻ വേണ്ടിയിട്ട് PSC നടത്തിയിട്ടുള്ള ഈ ഫിസിക്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ അവൈലബിൾ ആയിട്ടുള്ളത് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ആ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കുക. ആ ഒരു ലെവലിൽ തന്നെയായിരിക്കും ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ 50 മാർക്കിൽ മാത്രമേ സബ്ജക്റ്റ് ചോദിക്കുന്നുള്ളൂ. ബാക്കി 50 നമ്മുടെ പാർട്ട് 1 എന്ന് പറയുന്നത് ജനറൽ സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്, എഡ്യൂക്കേഷനെ ബേസ് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. സോ ഇതിൽ ഞാൻ കണ്ടൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്രയും നാൾ കഴിഞ്ഞ് കൺഫർമേഷൻ കൊടുത്ത കാൻഡിഡേറ്റിൻ്റെ നമ്പർ വെബ്സൈറ്റിൽ അവർ കൊടുത്തിട്ടുണ്ട്. അതായത് ജനറൽ കാറ്റഗറിയിൽ 428 പേരാണ് എക്സാമിന് കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളത്. അതേപോലെ ബൈ ട്രാൻസ്ഫറിൽ 60 പേരും, കാറ്റഗറി സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് വിഭാഗത്തിൽ 59 പേരുമാണ് കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളത്. പൊതുവെ എക്സാം എഴുതുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ്. സോ നിങ്ങൾ കാര്യമായി ഒന്ന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ ടോപ്പ് ലെവൽ തന്നെ വരാൻ വേണ്ടി പറ്റും. ഈ ഒരു പോസ്റ്റിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾ എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ക്വസ്റ്റ്യൻ പാറ്റേൺ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് സാമ്പിൾ ക്വസ്റ്റ്യൻസ് പാറ്റേൺ നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ റിക്വസ്റ്റ് ചെയ്താൽ മാത്രമേ ഞാൻ അത്തരം ക്വസ്റ്റ്യൻസ് പാറ്റേൺ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.